ഹായ് ഫ്രണ്ട്സ്, മലയാളം കറണ്ട് അഫയേഴ്സ് ടുഡേയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് മനുഷ്യാവകാശ കമ്മീഷനെ കുറിച്ചാണ്. എന്താണ് മനുഷ്യാവകാശം എന്ന് നമുക്ക് നോക്കാം. ഭരണഘടനയിലോ അന്താരാഷ്ട്ര പ്രഖ്യാപനങ്ങളിലോ ഉറപ്പു നൽകുന്നതും വ്യക്തിയുടെ ജീവനും സ്വാതന്ത്ര്യത്തിനും സമത്വത്തിനും അന്തസ്സിനുമുള്ള ഏതൊരു അവകാശത്തെയും നമുക്ക് മനുഷ്യാവകാശം എന്ന് വിളിക്കാം. മനുഷ്യാവകാശത്തിൻ്റെ മുൻഗാമി എന്നറിയപ്പെടുന്നത് 1215 മാഗ്ന കാർട്ടയാണ്. മാഗ്ന കാർട്ട എന്നാൽ ഇംഗ്ലണ്ടിലെ ജോൺ രാജാവിനെ കൊണ്ട് ജനങ്ങൾ പൗരാവകാശ രേഖയിൽ നിർബന്ധപൂർവ്വം ഒപ്പിടുവിച്ചതാണ്. ഇത് നടന്നത് റണ്ണിമീഡ് എന്ന സ്ഥലത്ത് വെച്ചാണ്. ഐക്യരാഷ്ട്രസഭയുടെ നേതൃത്വത്തിൽ സാർവത്രിക മനുഷ്യാവകാശ പ്രഖ്യാപനം നടന്നത് 1948 ഡിസംബർ 10 പാരീസിൽ വെച്ചാണ്. 1950 ഡിസംബർ 10 മുതൽ മനുഷ്യാവകാശ ദിനമായി നമ്മൾ ആചരിക്കാൻ തുടങ്ങി. 30 ആർട്ടിക്കിളുള്ള ഈ മനുഷ്യാവകാശ പ്രഖ്യാപന പ്രമാണമാണ് ഏറ്റവും കൂടുതൽ വിവർത്തനം ചെയ്യപ്പെട്ട പ്രമാണം. മനുഷ്യാവകാശ പ്രമാണത്തിൻ്റെ കരട് തയ്യാറാക്കിയത് മുൻ അമേരിക്കൻ പ്രസിഡന്റായിരുന്ന ഫ്രാങ്ക്ലിൻ ഡി റൂസ്വെൽറ്റിൻ്റെ പത്നിയായ ശ്രീമതി എലിയനോർ റൂസ്വെൽറ്റാണ്. മനുഷ്യാവകാശ പ്രമാണത്തിൻ്റെ 5ാം അനുച്ഛേദ പ്രകാരമാണ് അടിമത്തം നിരോധിച്ചിരിക്കുന്നത്. 1966 ഐക്യരാഷ്ട്രസഭ മനുഷ്യാവകാശ പുരസ്കാരം ഏർപ്പെടുത്തിയത്. 1968 ഇത് നൽകി തുടങ്ങിയത്. ബാബ ആംതെയാണ് ഈ സമ്മാനം നേടുന്ന ആദ്യ ഇന്ത്യക്കാരൻ. മനുഷ്യാവകാശങ്ങളുടെ സംരക്ഷണത്തിനായി ഒരു സ്വതന്ത്ര സംഘടന വേണമെന്ന യുനെസ്കോയുടെ ആശയമാണ് 1946 മനുഷ്യാവകാശ കമ്മീഷന്റെ രൂപീകരണത്തിലേക്ക് നയിച്ചത്. 1993 സെപ്റ്റംബർ 28 ഇന്ത്യയിൽ മനുഷ്യാവകാശ സംരക്ഷണ നിയമം നിലവിൽ വന്നത്. ഈ നിയമം അനുസരിച്ച് 1993 ഒക്ടോബർ 12 ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ സ്ഥാപിതമായത്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിൽ ഒരു അധ്യക്ഷനും 4 അംഗങ്ങളുമാണുള്ളത്. ഇവരെ കൂടാതെ ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ, ദേശീയ പട്ടികജാതി കമ്മീഷൻ, പട്ടികവർഗ കമ്മീഷൻ, ദേശീയ വനിതാ കമ്മീഷൻ എന്നിവയുടെ ചെയർപേഴ്സൺമാരും ഇതിൽ അനൗദ്യോഗിക അംഗങ്ങളായിരിക്കും. സുപ്രീം കോടതിയിൽ ചീഫ് ജസ്റ്റിസ് ആയിരുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ കമ്മീഷന്റെ ചെയർപേഴ്സൺ ആവാൻ കഴിയുകയുള്ളൂ. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ആസ്ഥാനം ന്യൂഡൽഹിയിലെ മാനവാധികാർ ഭവനാണ്. കമ്മീഷനിലെ ചെയർമാനെയും അംഗങ്ങളെയും നിയമിക്കുന്നതും നീക്കം ചെയ്യുന്നതും രാഷ്ട്രപതിയാണ്. പ്രധാനമന്ത്രി ചെയർമാനായ 6 അംഗ സമിതിയാണ് അംഗങ്ങളെ നിയമിക്കുന്നതിന് രാഷ്ട്രപതിക്ക് നിർദ്ദേശം നൽകുന്നത്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിലെ ചെയർമാന്റെയും അംഗങ്ങളുടെയും കാലാവധി 5 വർഷമോ അല്ലെങ്കിൽ 70 വയസ്സ് പൂർത്തിയാകുന്നതുവരെ ആയിരിക്കും. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ആദ്യ ചെയർമാൻ ജസ്റ്റിസ് രംഗനാഥ മിശ്രയാണ്. ഇപ്പോഴത്തെ ചെയർമാൻ ജസ്റ്റിസ് HL ദത്തു. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ. മനുഷ്യാവകാശ സംരക്ഷണ നിയമത്തിലെ അധ്യായം 5 പ്രകാരമാണ് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ രൂപീകരിക്കുന്നത്. ചെയർപേഴ്സണും 2 അംഗങ്ങളും അടങ്ങിയതാണ് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ. വിരമിച്ച ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആയിരിക്കണം ഇതിൻ്റെ ചെയർപേഴ്സൺ. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനിലെ അംഗങ്ങളെ നിയമിക്കാനുള്ള അധികാരം ഗവർണർക്കാണ്. എന്നാൽ ഈ അംഗങ്ങളെ നീക്കം ചെയ്യാനുള്ള അധികാരം രാഷ്ട്രപതിക്ക് മാത്രമാണ്. 1998 ഡിസംബർ 11 കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നത്. കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷന്റെ ആസ്ഥാനം തിരുവനന്തപുരമാണ്. സംസ്ഥാന കമ്മീഷനിലെ അംഗങ്ങളുടെ കാലാവധി 5 വർഷമോ അല്ലെങ്കിൽ 70 വയസ്സ് വരെയോ ആണ്. കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷന്റെ ആദ്യ ചെയർമാൻ ജസ്റ്റിസ് MM പരീത് പിള്ള. ഇപ്പോഴത്തെ ആക്ടിംഗ് ചെയർമാൻ P മോഹൻദാസ്. ദേശീയ തലത്തിൽ പ്രവർത്തിക്കുന്ന മനുഷ്യാവകാശ സംഘടനകളാണ് പീപ്പിൾ യൂണിയൻ ഫോർ സിവിൽ റൈറ്റ്, പീപ്പിൾ യൂണിയൻ ഫോർ ഡെമോക്രാറ്റിക് റൈറ്റ്, വിജിൽ ഇന്ത്യ മൂവ്മെന്റ്, ഹ്യൂമൻ റൈറ്റ് വിംഗ്, കമ്മിറ്റി ഫോർ ദി പ്രൊട്ടക്ഷൻ ഓഫ് ഡെമോക്രാറ്റിക് റൈറ്റ്, സിറ്റിസൺസ് ഫോർ ഡെമോക്രസി, ഇന്ത്യൻ പീപ്പിൾ ഹ്യൂമൻ റൈറ്റ് കമ്മീഷൻ എന്നിവ. അന്താരാഷ്ട്ര തലത്തിൽ പ്രവർത്തിക്കുന്ന മനുഷ്യാവകാശ സംഘടനകളാണ് ആംനസ്റ്റി ഇന്റർനാഷണൽ, ഹ്യൂമൻ റൈറ്റ് വാച്ച്, ഗ്രീൻ പീസ്, ഗ്ലോബൽ റൈറ്റ്സ്, ഇന്റർനാഷണൽ കമ്മിറ്റി ഓഫ് ദി റെഡ് ക്രോസ്, റെഫ്യൂജീസ് ഇന്റർനാഷണൽ, UN വാച്ച്, ഹ്യൂമൻ റൈറ്റ് ഫൗണ്ടേഷൻ എന്നിവ.